ദേവദൂതൻ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അന്നമ്മയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഗേറ്റ് കടന്നു പോകുമ്പോൾ ആ റൂമിൽ ആ കട്ടിൽ തലയാഴ്ച കിടന്നു. കണ്ണുനീരൊഴുക്കിയിൽ അവൾ മരവിച്ച പോലെ അങ്ങനെ കിടന്നു. ജുവൽ. അവളുടെ കൈ മുറുകെ പിടിച്ചു ഷെറിൻ. ശേഷം തളർന്നു വാടിക്കിടക്കുന്ന അവളുടെ മുടി വാരിയെടുത്ത് ചുറ്റിക്കെട്ടി കൊടുത്തു. ജുവൽ, നീ പള്ളിയിൽ പോകുന്നില്ലേ? വാ, അലക്സി ജീപ്പായിട്ട് നിൽക്കുന്നുണ്ട് പുറത്ത്. നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പറഞ്ഞുകൊണ്ട് അവളുടെ ഇരുതോളിലും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ കിടന്നു അവൾ അനങ്ങാതെ. അപ്പോഴും വല്യമ്മച്ചിയുടെ കൊന്ത കയ്യിൽ പിടിച്ചിരുന്നവൾ. ഞാനില്ല ശരി, എനിക്ക് കാണാൻ വയ്യ. പോയിക്കോട്ടെ, ഞാൻ പിണക്കാരനമ്മയോട്. എന്നെ തനിച്ചാക്കി പോയില്ലേ, ആരുമില്ലാത്തവളാക്കിയില്ലേ. പറയുമ്പോൾ കരഞ്ഞു പോയിരുന്നു ആ പാവം. പിന്നെ മുഖം അമർത്തി തുടച്ച് എഴുന്നേറ്റു. എനിക്കൊന്ന് കുളിക്കണം, ഞാൻ ചെയ്ത പാപെല്ലാം കഴുകിക്കളയണം. പറഞ്ഞുകൊണ്ട് അഴയിലിട്ടിരുന്ന മുണ്ടെടുത്ത് അവൾ ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഷെറിനൊരു ഉൾഭയം തോന്നി. അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അലക്സിയുടെ നെഞ്ചിൽ തട്ടി നിന്നു. അവളെവിടെ? അടക്കിന് മുമ്പ് ചെല്ലണ്ടേ? അലക്സി ചോദിച്ചു. അത് അലക്സി അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. കുളിക്കാനെന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി വാതിലടച്ചു. എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് ആരുമില്ലാത്തവളായില്ലേ, എനിക്ക് സത്യമായിട്ടും പേടി തോന്നുന്നു. അവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു അവൾ. ശേഷം ആ നെഞ്ചിൽ മുഖം അമർത്തി. ഏയ് ഷെറിൻ, അവളൊരു ഭീരുവല്ല, ആത്മഹത്യ ചെയ്യില്ല, ഉറപ്പുണ്ട് എനിക്ക്. നീ ഇവിടെ നിൽക്ക്, ആരുമില്ലല്ലോ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവൻ പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അടക്കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു. അമ്മച്ചി പോയി, ഇനി ആ പെണ്ണിനെ എന്തോ ചെയ്യാനാ വിചാരിച്ചിരിക്കുന്ന ചേട്ടായി? ജോണിന്റെ പെങ്ങൾ ജെസ്സിക്കത് ചോദിച്ചു. അയാൾ സോഫയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം എല്ലാവരോടുമായി പറഞ്ഞു. ക്ലീറ്റസുമായി രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരൊപ്പ്, തൽക്കാലം അത് മതി. അമ്മച്ചി പോയത് കാരണം ഉടനെ കെട്ടുകല്യാണം നടത്താൻ പറ്റില്ല. എത്രയും വേഗം ആ വൃത്തികെട്ട ജന്തുവിനെ ഒഴിവാക്കുക. ആ ക്ലീറ്റസ് അവനൊരു പൊട്ടനാ. അവളുടെ സ്വത്ത് വിവരമൊന്നും അവനറിയില്ല. അല്ല, അവൾക്ക് പോലും അറിയില്ല കുടുംബസ്വത്താണെന്ന്. നമ്മളെക്കാൾ കൂടുതൽ ചെല്ലുക നാശം പിടിച്ച ജന്തുവിന്. എന്നെ പേടിച്ചിട്ടാ അമ്മച്ചി ഇത്രയും നാൾ അവളിൽ നിന്നെല്ലാം മറച്ചു വെച്ച്. പൊടിക്കുഞ്ഞായിരുന്നപ്പോൾ തന്നെ കത്തിവെച്ചതാ ഞാൻ. പക്ഷേ അവളൊന്നും അറിയില്ലെന്ന അമ്മച്ചിയുടെ ഉറപ്പിലാ ഇത്രയും നാൾ ജീവിച്ച്. അവളിനി വേണ്ട, അറിയാൻ ശ്രമിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അറിഞ്ഞുകൂടാ. നമുക്ക് കിട്ടിയ ഒരു നല്ല അവസര, ഇലക്കും മുള്ളിനും കേടില്ലാതെ അവളെ എടുത്തു കളയാൻ. ഇപ്പോഴാണെങ്കിൽ പള്ളിയും സഭയും എല്ലാം അവൾക്കെതിരാ. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ അച്ഛൻ, അയാൾക്കും വെറുപ്പാ, പിന്നെ ആര് രക്ഷിക്കാൻ? പറഞ്ഞുകൊണ്ട് ചിരിച്ചതും. ഞാനുണ്ട് പപ്പ അവളെ രക്ഷിക്കാൻ. പുലിക്കാട്ടിൽ ജോൺ ജോസഫിന് മക്കള് രണ്ടാ. ഒരുത്തൻ ഫെലിക്സ് ജോൺ. അമ്മ പെങ്ങന്മാരെ മനസ്സിലാവാത്തൊരു പോൻ. എന്റെ പുന്നാര ചേട്ടായി. പിന്നെ ദേ ഈ നിൽക്കുന്ന ഞാൻ, അലക്സി ജോൺ. അവനെ പോലെയല്ല, അമ്മ പെങ്ങന്മാരെ കണ്ടാലറിയാം. പിന്നെ കൈകരുത്തും ചങ്കൂറ്റ ഏറെ ഉണ്ട് ഈ അലക്സിക്ക്. അതുകൊണ്ട് അവളെ പന്തിട്ട് കളിക്കാൻ ഞാൻ വിട്ടുതരില്ലൊരുത്തനും. അത് പറയുമ്പോൾ അവന്റെ മുഖം വലിഞ്ഞു മുറുകി. നോട്ടം ചെന്ന് വധിച്ച് ഫെലിക്സിലായിരുന്നു. അത് കണ്ടതും ബേഷ്, ഭലേ ബേഷ്, അതിനും മാത്രം വളർന്നോ നീ? എങ്കിലാവുന്നു കാണണം ഈ ജോൺ ജോസഫിന്. നിന്റെ ലീവ് തീർന്നില്ലേ? മോൻ പോയി പഠിക്കാൻ നോക്ക്. പറന്നോ നീ കാനഡക്ക്. കേട്ടല്ലോ അവിടുത്തെ കാര്യങ്ങള്, അത് ഞങ്ങൾ നോക്കിക്കോളാം. പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി അയാൾ. അതുകൊണ്ട് മനസ്സിൽ ഊറി ചിരിച്ചുകൊണ്ട് ഫെലിക്സും. ആ സമയം തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി അലക്സിന്. അവനൊന്നും മിണ്ട ആ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നവൻ. നിർത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ടതും ജോയിൽ ലൈറ്റ് ഓൺ ആക്കി. ആൻഡ്രിയയും പുറകെ വന്നിരുന്നു. ആരെ ചോദിച്ചു ഈ നേരത്ത്? ക്ലോക്കിലേക്ക് നോക്കിയതും വെളുപ്പിന് 1:30. വാ നോക്കാം പറഞ്ഞുപോയി വാതിൽ തുറന്ന് ജോയിൽ. ആരാ ഈ നേരത്ത് ചോദിച്ചു ജോയിൽ. അത് കേട്ടും പുറംതിരിഞ്ഞു നിൽക്കുന്ന അലക്സി. ഞാൻ അലക്സി ജോൺ, ജോയലിന്റെ ബ്രദറായിട്ട് വരും. എനിക്ക് അച്ഛനോട്, സോറി ആൽബർട്ടിനോടൊന്ന് സംസാരിക്കണം. അലക്സി തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ പരസ്പരം നോക്കി ജോയിലും ആൻഡ്രിയയും. എന്നാത്തിനാ? പെങ്ങളെ സ്വീകരിക്കണമെന്ന് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാം. ശബ്ദം കേട്ടതും അലക്സിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ആൽബർട്ടിനെ കണ്ടു. അല്ല, അത് താങ്കളുടെ ഇഷ്ടമാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവൾ ആൽബർട്ട് ഏറ്റെടുക്കേണ്ട. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ സ്നേഹം ഉണ്ടാവില്ല. അത് അവളെ ഇതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കും. അവളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം തോന്നി, അതിനാ വന്നത്. അതും ഈ സമയത്ത്. ഈ വരവിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. എനിക്കൊന്നും അറിയണമെന്നില്ല. ഞാൻ ചെയ്യാത്ത തെറ്റിനാ എനിക്ക് പലതും നഷ്ടമായത്. ഒരു മാപ്പ് എന്നാ തീരുന്നല്ല ഒന്നും. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും. സ്നേഹം അത് തെറ്റാണെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ തെറ്റുകാരിയാ, സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളെ മനസ്സിലിട്ട് സ്നേഹിക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല നിങ്ങൾ ആരാണെന്നുള്ള കാര്യം. അറിഞ്ഞപ്പോൾ തകർന്നു പോയി അവള്. എല്ലാം മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫെലിക്സ് എല്ലാം അറിഞ്ഞപ്പോ അവൻ പറഞ്ഞിട്ടല്ല നിങ്ങളത് അറിയണമെന്ന് അവൾക്ക് തോന്നി. ഞാനും ഷെറിനും പറഞ്ഞിട്ടാ അന്ന് അവൾ സംസാരിക്കാൻ വന്ന്. ആ ഒരു തെറ്റ് അവൾ ചെയ്തു. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ചോദിച്ചപ്പോ, അതും കൊന്തയിൽ തൊട്ട് പറഞ്ഞപ്പോ അവൾ സത്യം പറഞ്ഞു പോയി. സത്യം അത് പറയുന്നത് തെറ്റാണോ? എങ്കിൽ അവളുടെ തെറ്റുകാരിയാ. അതിനുള്ള ശിക്ഷ അവൾ കിട്ടി. ഒറ്റ രാത്രി കൊണ്ട് അവൾ അനാഥയായി. അവളുടെ അന്നമ്മ പോയി.
എന്റെ വീട്ടിലുള്ളവർ ആ ക്ലീറ്റസിന് ഇറച്ചി വിലക്ക് അവളെ തൂക്കി വിൽക്കാൻ പോവാ. അതിനു മുമ്പ് ഇവിടെ ഒന്നൊന്നും അറിയിക്കണം തോന്നി. ഒന്നുമില്ലെങ്കിൽ അവൾ ഇത്രയും നാളും മനസ്സിൽ കൊണ്ട് കിടന്നല്ലേ. എനിക്ക് ഉറപ്പുണ്ട് അവൾ ആ ക്ലീറ്റസിന്റെ മിന്നെ കഴുത്തിലണിയില്ല. അവൾ മരിക്കില്ല, തൻ്റെ ഇടിയാ. പക്ഷെ ഭ്രാന്തായി പോകുന്നൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത ആഴ്ച കാനഡയിലേക്ക് പോവാ. എൻ്റെ അവധി കഴിഞ്ഞു. നിങ്ങൾക്കൊരിക്കലും കുറ്റബോധം തോന്നരുത്, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൽബർട്ടിനെ പോലെ അവളെയും ചതിക്കുകയായിരുന്നു, അത് മനസ്സിലാക്കണം. അവളൊരു പാവ, ശപിക്കരുത്. അതും കൂടി ചിലപ്പോൾ താങ്ങാനാവില്ല ആ പാവത്തിന്. മാപ്പാക്കണം. പറഞ്ഞുകൊണ്ട് അലക്സി ആൽബർട്ടിന് നേരെ കൈകൾ കൂപ്പി ശേഷം തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും മോനൊന്ന് നിന്നേ. പ്രായം ചെന്ന ഒരാളുടെ ശബ്ദം കേട്ടതും അവന്റെ കാലുകൾ നിശ്ചലമായി. ഞാൻ ഇവന്റെ വല്യപ്പൻ വർഗീസ് മാപ്പിള. എന്തിനും പരിഹാരം വിവാഹമല്ലെന്നറിയാം. ഇവിടെയും മോൻ അതിനല്ല വന്നത്, അതും അറിയാം. ഇവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി അവളെ ഏറ്റെടുത്തോളാം, എന്റെ കൊച്ചുമോളായിട്ട്. ജോയ് മോനെ വാ, ജീപ്പ് എടുക്ക്. പറയുന്നതിനോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു അയാൾ. നിങ്ങൾ കിടന്നു, ഞങ്ങൾ വന്നേക്കാം. ജോയിൽ അതും പറഞ്ഞിറങ്ങുമ്പോൾ ഒന്നും മിണ്ടാകത്തേക്ക് കയറിപ്പോയിരുന്ന ആൽബി. അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു, എന്തിനെന്നറിയാതെ. ബൈക്ക് പുലിക്കാട്ടിൽ ബംഗ്ലാവിന്റെ ആ കൂറ്റൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു മുറ്റത്ത് കൂടി നിൽക്കുന്ന ആളുകളെ. പോലീസ് ജീപ്പും കൂടെ കണ്ടപ്പോൾ ബൈക്ക് നിലത്തേക്കിട്ടുകൊണ്ട് ഒരോട്ടമായിരുന്നു അലക്സി. പിന്നാലെ ഒരു സംശയത്തോടെ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിരുന്ന ജോയിലും വർഗീസ് മാപ്പിളയും. എന്താ, എന്തു പറ്റി? പടിയിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന ജോണിന്റെ അടുത്ത് നിന്ന് ചോദിച്ചവർ. എന്താ പറ്റിയെന്നോ? കൊല്ലു ഞാൻ ആ നാശം പിടിച്ചോളെ. ജോൺ അലറിക്കൊണ്ട് അലക്സിയുടെ കോളർ പിടിച്ച് വലിച്ചു. അപ്പാ എന്താ എന്താ പറ്റിയെന്ന് പറ, എന്നെ വെറുതെ ഭ്രാന്ത് കയറ്റാതെ. അവന് അലറിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവള് കുത്തി കൊന്നു എന്റെ കുഞ്ഞിനെ. പോയി നോക്കടാ. റീനയും അലറി. കേട്ട പാതി കേൾക്കാത്ത പാതി പിന്നെ ഒരു ഓട്ടമായിരുന്നു. അവൻ വാതിക്കൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു നിമിഷം വിറങ്ങലിച്ചു പോയിരുന്നു. പുറകെ ചെന്ന ജോയൽ വർഗീസ് മാപ്പിളയെ ചേർത്ത് പിടിച്ചു. ചുമരിനോട് ചേർന്ന് ചാരിയിരിക്കുന്നവൾ, ദേഹമാകെ പടർന്നിരിക്കുന്ന രക്തം തറയിലും ചിതറിയിട്ടുണ്ട്. അവളുടെ തൊട്ടടുത്ത് മറന്നു കിടക്കുന്ന ആ രൂപം അതാരുടേതാണെന്ന് ഓട്ടത്തിൽ മനസ്സിലായ അലക്സിക്ക് ഒന്നും പറയാനാവാതെ ആ ചുമരിലേക്ക് ചാരിയുന്നു അവനും. ആരാ? ഞാൻ അവളുടെ ചേട്ടനാ, എനിക്കൊന്ന് സംസാരിക്കണം. ഒരപേക്ഷ പോലെ അവനത് പറഞ്ഞപ്പോൾ അവർ സമ്മതം മൂളി. ജുവൽ, എന്താടി മോളെ ഇത്? അവളുടെ അടുത്തായിരുന്നു കൈ പിടിച്ചതും തട്ടിമാറ്റും പോലെ കൈവലിച്ചവൾ. ഞാൻ കൊന്നു, വെട്ടി കൊന്നു അവനെ. എന്നെ വാക്കുകൾ മുറിഞ്ഞുപോയി അവളുടെ. പൊയ്ക്കോ, എനിക്കാരെയും കാണട്ട. അവളത് പറയുമ്പോൾ അവളുടെ വേഷവും ശ്രദ്ധിച്ചിരുന്നു. ആ ചുരിദാർക്കായി കീറി തൂങ്ങിക്കിടക്കുന്നു. മുൻവശം ഒരു ഭാഗം കീറിയിട്ടുണ്ട്. മാറിയുടെ അനാവൃതമാണ്, ടോപ്പ് മാത്രമേ ഉള്ളൂ. അവളെ ഒന്ന് നോക്കിയിട്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. ശേഷം ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. അവൻ തന്നെ മാറോട് അണച്ചു പിടിച്ചു അവളെ. ശേഷം നിലത്ത് ചോരയിൽ കുളിച്ചിറക്കുന്ന തന്റെ സഹോദരനെ നോക്കി അലക്സി. വെറുപ്പ് മാത്രമേ അപ്പോൾ അവന് തോന്നിയുള്ളൂ. സർ, ഞാനിവിടെ അപ്പുറത്ത് റൂം കൊണ്ടുപോയി തുണി മാറ്റിക്കോട്ടെ? ഒരപേക്ഷ പോലെ കൈകൾ കൂപ്പി ഒരു പോലീസുകാരനോട് അവനെ ചോദിച്ചപ്പോൾ അവന്റെ ശബ്ദം വിടറി. അയാൾ വെളിയിലേക്ക് നോക്കി. ശേഷം, ഏയ് അനിത, താനും കൂടെ ചെല്ല്, പെട്ടെന്നായിക്കോട്ടെ, കൊണ്ടുപോയേണ്ടതാ. ഒരു വനിതാ കോൺസ്റ്റബിളിനെ നോക്കി പറഞ്ഞു. അവരവിടേക്ക് വന്നു. അവളുടെ കൈ പിടിച്ചു വരുത്താൻ നോക്കിയതും അവൾ ബലം പിടിച്ച് അവിടെ തന്നെ ഇരുന്നു. കൊച്ചേ, എഴുന്നേക്ക്, ഈ തുണിയൊക്കെ ഒന്ന് മാറുഞ്ഞേ. അവരവളോട് പറഞ്ഞെങ്കിലും മരവിച്ച മനസ്സോടെ അവൾ അവിടെ തന്നെ ഇരുന്നു. ചുവൽ എടി. വാതിൽക്കൽ നിന്ന് കരച്ചിൽ കേട്ടതും അലക്സിയെ നോക്കി. വാതിൽക്കൽ നിന്ന് കരയുന്ന ഷെറി. എല്ലാവരും കൂടി കയറാൻ പറ്റില്ല, കുട്ടി അങ്ങോട്ട് മാറിക്ക്, ഇൻക്വസ്റ്റ് ക്ലിയറാക്കി ബോഡി എടുക്കട്ടെ. ആ, എല്ലാവരും പുറത്തു കയറി. ഒരു പോലീസുകാരത് പറയുമ്പോൾ അലക്സി അവളെയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എടി, കൊന്നിലെടി എന്റെ കുഞ്ഞിനെ, നീ കുണം പിടിക്കില്ല, മുടിക്ക് പോകും നീ. പറഞ്ഞുകൊണ്ട് അവൾ അടിക്കാൻ തുടങ്ങിയതും ആ വനിതാ കോൺസ്റ്റബിൾ അവരുടെ മുമ്പിലായി കയറി നിന്നു. ശേഷം, അത് വേണ്ട അമ്മച്ചി, കയ്യാങ്കളി വേണ്ട, ഞങ്ങൾ ചോദ്യം ചെയ്തോളാം, പീഡന ശ്രമ. അനിത റീനയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടത് റീന ഒന്നും മിണ്ടാതെ ഒരു ഭാഗത്തേക്ക് മാറി. അപ്പോഴും കത്തുന്ന കണ്ണുകൾ നോക്കി അവളെ. അലക്സി അവളെ തന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. കൂടെ അനിതയും ഷെറിനും. മോളെ പറ, എന്താ സംഭവിച്ചേ? അവനെ ചോദിക്കുമ്പോൾ ഒരു പൊട്ടിക്കരച്ചിലോട് ആ നെഞ്ചിലേക്ക് വീണിരുന്നവൾ. എന്നെ അവൻ. അലക്സിയുടെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞു കരയുന്ന അവളെ അവനൊന്നുകൂടി ചേർത്ത് പിടിച്ചു. ഷെറി, അവളുടെ റൂമിൽ പോയി ഒരു ചുരിദാർ എടുത്തോണ്ട് വാ, വേഗം. അത് കേട്ട് അവൾ പുറത്തേക്ക് പോയിരുന്നു. ജുവൽ, നീ ചെയ്താണ് ശരി, നീയാണ് ശരി, നിനക്കൊന്നും വരില്ല മോളെ, ഞാനുണ്ട് നിന്റെ കൂടെ. പിന്നെ പറഞ്ഞുകൊണ്ട് വാതിൽപ്പടിയിലേക്ക് നോക്കിയത് കണ്ടു ജോയൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന വർഗീസ് മാപ്പിളെ. അയാൾ കൈ ഉയർത്തി ഇപ്പോൾ ഒന്നും പറയണമെന്ന് കാണിച്ചു. ശേഷം ജോയലിന്റെ കൈ പിടിച്ച് അടുത്തേണ്ട കസേരയിലേക്ക് ഇരുന്നു. എന്നാലും ആ കൊച്ചി തന്നെ പണിയെ കാണിച്ച് നമ്മൾ വൈകിപ്പോയി അല്ലേ അപ്പച്ച? ജോയൽ അയാളോട് ചോദിച്ചു. വർഗീസ് മാപ്പിള കസേരയിലേക്ക് ചാഞ്ഞു. ആ, സഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യൂ. ആരാണവരൊക്കെ? ഇടിമുഴക്കം പോലെയുള്ള ജോണിന്റെ ശബ്ദം അവിടെ മുഴങ്ങി. അയാൾ മുണ്ടും മടക്കി കുത്തിയവരുടെ മുന്നിലായി വന്നിരുന്നു. ഇത് ആ അച്ഛന്റെ ആളുകളല്ലേ? എന്തിനാ എന്റെ വീട്ടിൽ വന്ന്? അവളെ മരുമകളാക്കി അവരോധിക്കാനാണോ, അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കാനോ? സമ്മതിക്കില്ല ഞാൻ.
കൊല്ലും ഞാൻ അവളെ, എന്റെ കുഞ്ഞിനെ കൊന്നവളെ. അപ്പനൊരു ചുക്കും ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് അവളെ പിച്ചി കീറാൻ ആ ചെന്നായിക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവിടെ എന്നാ കാണിക്കായിരുന്നു? അവനെ കൊന്നില്ല എനിക്കൊരു സങ്കടമില്ല. കാരണം ആ ചെറ്റം മരിക്കേണ്ടതായിരുന്നു. അവള് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ കൊന്നേനെ അവനെ. ജോണിന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് അലക്സി അത് കേട്ടപ്പോൾ അവനടിക്കാനായി കൈയോങ്ങിയതും അപ്പോഴേക്ക് ആരൊക്കെ വന്ന് അയാളെ പിടിച്ചിരുന്നു. കൊല്ലുന്നായ ഞാൻ നിന്റെ സ്വന്തം രക്തം അവിടെ മരിച്ചെടുക്കുമ്പോ അവൻ ആ പന്നിയുടെ മോളെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. കൊല്ലുന്നിനെ ഞാൻ. ജോൺ അലറി. എന്തായാലും നേരം വിളിക്കാതെ ഒരു കാര്യവും നടക്കില്ല, ഒരു പോലീസുകാരൻ പറഞ്ഞു. ആ മുറി അങ്ങ് അടച്ചേക്ക്. പറയേണ്ട താമസം ആരോ വാതിൽ വലിച്ചടച്ചിരുന്നു. ഫോൺ ബെല്ലടിച്ചതും എടുത്തു. ജോയൽ സ്ക്രീനിൽ ആൽബർട്ടിന്റെ പേരിടതും കസേരയിലിരിക്കുന്ന വർഗീസ് മാപ്പിളയെ നോക്കി അവൻ. വലിയപ്പച്ച അവനാ. അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ടെന്ന് കൈ ഉയർത്തി. ജോയൽ കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, നിങ്ങൾ പോകുന്നില്ലേ? ആ ചോദ്യം കേട്ടതും എന്ത് പറയണമെന്നറിയാതെ വലിയപ്പച്ചനെ നോക്കി ജോയൽ. ആ പെണ്ണ ഫിലിക്സിനെ കൊന്നു ആൽബി. അവരിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ നെഞ്ചിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. കേട്ടത് സത്യമോ മിഥ്യയോ? കയ്യിലിരുന്ന ഫോൺ വിറകൊണ്ടു മുറുകെ പിടിച്ചു ആൽബി. അത് പീഡന ശ്രമ, ബോഡി കൊണ്ടുപോയിട്ടില്ല. നേരം വെളുക്കും, ഞങ്ങളത് കഴിഞ്ഞ് മടങ്ങും. നീ ആൻഡ്രിയോട് പറഞ്ഞോ? എന്നാ ശരി. മറൽക്കിൽ ഫോൺ ഇട്ടായതും അപ്പോഴും കേട്ടോന്ന് വിശ്വസിക്കാനാവാത്ത അറിഞ്ഞിരിക്കുകയാണ് ആൽബർട്ട്. കുഞ്ഞാ, എന്നതാ അച്ചായനാണോ? അവരവളെ കണ്ടോ? അതിനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാടാ. ആനിയുടെ ചോദ്യത്തിനു മുമ്പിൽ നിർവികാരനായി നിന്നുപോയവൻ. അവള് കൊന്നു ആ ഫിലിക്സിനെ, വെട്ടിക്കൊന്നുകളഞ്ഞു പറയുകയും മറുപടി കാക്ക റൂമിലേക്ക് നടന്നു. വാതിൽ വലിച്ചടക്കുന്ന ശബ്ദം കേട്ടതും അവൻ പറഞ്ഞത്രയും വിശ്വസിക്കാനാവാതെ ഒന്ന് ശ്വാസം പോലും എടുക്കാനാവാതെ നിന്നുപോയി ആൻഡ്രിയ. നേരം വെളുത്തവും പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം ഏകദേശം 10 മണിയോടെ ബോഡി എടുത്തു. അലറി വിളിച്ചുകൊണ്ട് റീനയും ഇളയമകൾ ജീനയും വനിതാ കോൺസ്റ്റബിളിന്റെ കൂടെ ജുവലിനെ പോലീസ് ജീപ്പിലേക്ക് അയറ്റിയിരുന്നു. ജീപ്പ് ആ വലിയ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും 2 കണ്ണുകൾ അവൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയോടെ ജുവൽ അറിഞ്ഞു തന്റെ പ്രണയത്തെ, അവന്റെ സാമീപ്യത്തെ. മിഴികൾ ഓടി നടന്നവൻ കണ്ടു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്നവനെ. അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു, വേദനയാർന്ന ഒരു ചിരി. ജുവല് പോവാ, ഇനി വരില്ല, ശല്യാവിൽ ഒരിക്കലും. മാപ്പ്. മിഴികൾ ഇറുക്കി അടച്ചു. കവിളിനെ തഴുകി ചുടുകണ്ണ് നീരൊഴുകി തുടങ്ങി. ഒരു പൊട്ടുപോലെ അവനായി തീരുന്നത് ഒരു മങ്ങിയ കാഴ്ചയിലൂടെ കണ്ടു അവൾ. അപ്പോഴും പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്നു ആൽബർട്ട്. 6 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഫെലിക്സ് ജോൺ വധക്കേസിൽ വിധി വരുന്ന ദിവസം. ജോയലും വർഗീസ് മാപ്പിളയും ഉണ്ട് എല്ലാ സഹായത്തിനും. അലക്സി ഒരു ഭാഗത്ത് തൂണിൽ ചാരി നിൽക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. കോടതി ഗേറ്റ് കടന്ന് ഒരു പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ക്ഷീണിച്ചു തളർന്ന അവളുടെ മുഖത്തേക്ക് ഒരു വേള നോക്കി. ശേഷം അവളുടെ ഇരുകൈകളും പൊതിഞ്ഞു പിടിച്ച് ധൈര്യം കൊടുത്തു അലക്സി. ജുവൽ മോളെ, ധൈര്യമായിട്ടിരിക്കെ, ഒന്നും വരില്ല, നീ തെറ്റുകാരിയല്ല. അവനത് പറയുമ്പോൾ ചിരിക്കാൻ ശ്രമിച്ചു അവൾ. നടന്നു വരുമ്പോൾ അവൾ കണ്ടു തനിക്ക് നേരെ നീണ്ടുവരുന്ന പ്രതികാരത്തിന്റെ കണ്ണുകൾ. ജോൺ അവിടെ അടുത്തേക്ക് വന്നു. കോടതി നിന്നെ വെറുതെ വിടുമായിരിക്കും, പക്ഷേ ജോണിന്റെ കോടതിയിൽ നിനക്ക് മാപ്പില്ല ജുവലേ. അയാളത് പറയുമ്പോൾ അയാളുടെ അടുത്തായി അവളെ കൊല്ലാനുള്ള ദേഷ്യത്തിന് ജീനയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും നോക്കി പുച്ഛം നിറയാൻ ശരിയായിരുന്നു അവളുടെ മറുപടി. പീഡന ശ്രമത്തിനിടയിൽ സ്വയം രക്ഷക്കായി ചെയ്തതാണ് കൊലപാതകം എന്ന സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കേസ് തെളിഞ്ഞതിനാൽ 6 മാസ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ജുവൽ മരിയ തോമസിനെ ഈ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കോടതി മുറിയിൽ നിന്ന് വിധി കേട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അവൾക്കായി കാത്തിരുന്നു അലക്സി. അവന്റെ അടുത്തായി തന്നെ വർഗീസ് മാപ്പിളയും ജോയലും കുറച്ചകലെയായി തന്റെ കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ ആൽബർട്ടും. നിർവികാരയായി ഇറങ്ങി വരുന്നവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അലക്സി. അപ്പോഴേക്ക് എവിടെ നിന്നോ ഷെറിനും വന്നിരുന്നു. ജുവലെ, നീ ജയിച്ചടാ, ഇനി ജുവല് തോൽക്കില്ല പറയുന്നതിനോടൊപ്പം അവള് തന്റെ മാറോട് അണച്ചു പിടിച്ച് കവിളിൽ ഉമ്മവിച്ചു ഷെറിൻ. ജുവൽ എന്നെ തോറ്റുപോയതാ, ഞാൻ കാരണം പലരും തോറ്റു പറയുമ്പോൾ അവിടെ കണ്ണിൽ അപ്പോഴും ഒരാൾ മാത്രമായിരുന്നു. മായാതെ നിൽക്കുന്ന ഒരു മുഖം മാത്രം. ജുവൽ വാ പോവാം പറഞ്ഞുകൊണ്ട് അലക്സിയുടെ കൈ പിടിച്ചു മെല്ലെ പിടുത്തം പിടിച്ചവൾ. എനിക്ക് പോവാൻ ഇടമില്ല അലക്സിനി. മോള് ഞങ്ങളുടെ കൂടെ പോര്, എന്റെ കൊച്ചുമോളായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ഇത്രയും നാള് വലിയപ്പച്ചൻ കാത്തിരുന്നു. അതിനാ. അയാളത് പറഞ്ഞപ്പോൾ വേണ്ട നിറത്തിൽ തലയാട്ടി അവൾ. വേണ്ട, എല്ലാത്തിനും നന്ദിയുണ്ട്. അവൾ കൈകൾ അയാൾക്ക് നേരെ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഞാനില്ല, ഞാൻ വരില്ല ആ വീട്ടിലേക്ക്. ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു പാവ മനുഷ്യൻ അവിടെയുണ്ട്. ആ മുഖത്ത് നോക്കാൻ വയ്യ. ഞാൻ എന്നോട് തന്നെ സത്യമിട്ടതാ, ഇനി ആ മുന്നിൽ പോയി നിൽക്കില്ല എന്ന്. എല്ലാത്തിനും മാപ്പ്, എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയതാ. പക്ഷേ ജുവലിൻ്റെ പ്രണയം അത് കള്ളത്തരായിരുന്നില്ല, പ്രണയമാണ്. അത് മരിക്കുവാണു. ഈ നെഞ്ചിൽ ആ പേര് മാത്രമേ കാണൂ, ആ മുഖമേ കാണൂ. കാരണം ജുവൽ പ്രണയിച്ച് ഒരാൾ മാത്രമാണ്. ഞാനിത് എവിടെ വേണമെങ്കിലും പറയും. ആകും പറഞ്ഞ് ഒരിക്കൽ കൂടി ആൾക്ക് മുമ്പിൽ കൈകൾ കൂപ്പി അവർ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവൾ മുന്നോട്ട് നടന്ന് നീങ്ങിയതും ഒരലർച്ചയായിരുന്നു.
പാലരിയിൽ നിന്ന് വീണ ഒറ്റ ശബ്ദത്തിൽ കോടതി വരാൻ ഒരു നിമിഷത്തിൽ നിശ്ചലമായി. ഇടിമിന്നൽ മുഴക്കത്തോടെ മഴ കനത്തു പെയ്യാൻ തുടങ്ങി. പപ്പാ, ഏയ് വേണ്ട! അലറിക്കൊണ്ട് അലക്സി ജോണിന്റെ അടുത്തേക്ക് മിന്നൽ വേഗത്തിൽ പാഞ്ഞെടുത്തും അപ്പോഴും കുത്തിയ കത്തി വലിച്ചൂരി വീണ്ടും വീണ്ടും ആഞ്ഞു കുത്തി. ഒരു ഞെരക്കത്തോടെ നിലത്ത് കിടന്ന് പിടഞ്ഞു ആ പാവം പെണ്ണ്. അപ്പോഴേക്കും ഷെറിൻ ഓടി വന്ന് അവളെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി. ജുവൽ മോളെ, കർത്താവേ, അയ്യോ ജുവൽ! ആലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും തട്ടി വിളിച്ചു ഷെറിൻ. അപ്പോഴേക്കും അലക്സി ഓടി വന്ന് ജോണിനെ പിടിച്ചെള്ളി. തള്ളുന്നതിനിടയിൽ അയാളിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. തള്ളലിന്റെ ശക്തിയിൽ ചെളി നിറഞ്ഞ കോടതി മുറ്റത്തേക്ക് തെറിച്ചു വീണ് ജോൺ. പോലീസും ബാക്കി ആളുകളും അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴും അയാൾ വീണ്ടും അലറി. കൊന്നു കൊന്നു ഞാനവളെ! കണ്ണുകൾ കൂമ്പിയടയുമ്പോൾ മങ്ങിയ കാഴ്ച പോലെ അവൾ കണ്ടു തന്നിലേക്ക് ഓടി വരുന്നവനെ. എന്നാൽ ആ നിമിഷത്തിൽ പോലും അവൾ അറിഞ്ഞു അത് തന്നോടുള്ള സഹതാപം മാത്രമാണെന്ന്. വേദന അറിയുന്നുണ്ടായിരുന്നില്ല. നിദ്ര വലിക്കുന്ന കൺപോളകൾ അടയുമ്പോൾ വലിച്ചു തുറക്കാൻ പാടുപെട്ട് തോറ്റുപോകുന്നത് അറിഞ്ഞു. ചുറ്റിലുമുള്ള ശബ്ദങ്ങൾ തന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെ. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു പകൽ. ആൻമരിയ ഫുഡ്സ് പ്രൈവറ്റ് വലിയ കൂറ്റൻ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ ഏക്കറുകളോളം പരന്നിടക്കുന്ന കേരളത്തിൽ തന്നെ വലിയ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനികളിൽ ഒന്ന്. 1000-ൽ പരം ജോലിക്കാരുമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ഓരോ യൂണിറ്റായി പരന്നിടക്കുകയാണ് അവിടം. പാക്കിംഗ് സെക്ഷനിൽ ഓരോന്നും കാർഡ്ബോർഡിലായി അടുക്കി വെക്കുകയാണ് ജോലിക്കാർ. ഓരോന്നും രജിസ്റ്റർ ബുക്കിൽ നോക്കി ചിട്ടപ്പെടുത്തുന്നുണ്ട്. അവനൊരു പഞ്ചാരക്കുഞ്ച് സൂപ്പർവൈസറാണ്. അമൽദേവ് മൽഹോത്ര. പാതി മലയാളിയാണ്. അമ്മ ആലപ്പുഴക്കാരി. നെറ്റിലേക്ക് വീണ് കിടക്കുന്ന ചെമ്പൻ മുടി മാടിയൊതുക്കി ഇടക്ക് കുറച്ച് അകലെയായിരിക്കുന്നവളിലേക്ക് കണ്ണു വായിച്ചു. പിന്നെ ചുണ്ടിൽ വിരിഞ്ഞൊരു കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. കമ്പ്യൂട്ടറിന്റെ മറവിൽ അവളുടെ കരിമശി പടരാത്ത ഇരു കണ്ണുകൾ കാണാം. ഒരിക്കൽ പോലും ത്രെഡ് ചെയ്യാത്ത കട്ടിപ്പുരികം. നെറ്റിയിലൊരു പൊട്ടുപോലുമില്ല. അടുത്തേക്ക് വരുന്തോറും അവളുടെ നീണ്ട മൂക്കും ചുവന്ന ചുണ്ടും ചെറിയ മുഖക്കുരു നിറഞ്ഞ റോസ് കവിളും. അങ്ങനെ നോക്കി നിന്നവൻ അത് കണ്ടതൊരു പുരികമേർത്ത് അവനെ നോക്കി അവൾ. കണ്ണുകളിൽ പ്രണയം വാരി വിതറി അവളെ നോക്കി പാടിക്കൊണ്ട് അവളുടെ എതിർവശത്തായി ഇരുന്നവൻ. പിന്നെ ടേബിളിൽ കൈയൂന്നി തലതാങ്ങി അവളെ തന്നെ നോക്കി. എന്തോ മുഖത്തേക്ക് വീണതും ചാടി എഴുന്നേറ്റു അവൻ. മുഖത്തേക്ക് വീണ പേപ്പറിലേക്കും തന്നെ മിഴിച്ചു നോക്കുന്ന അവളിലേക്കും ഒരു വളിച്ച ചിരിയോടെ നോക്കിയവൻ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ നിന്റെ കാലരാഗം പാടരുതെന്ന്. പോപ്പിയിട്ടുണ്ട് എന്നാ പറഞ്ഞുകൊണ്ട് അവന് നേരെ ആ ഫയൽ നീട്ടി. ശേഷം പിന്നെയും കമ്പ്യൂട്ടറിലേക്ക് കണ്ണു നട്ടിരുന്നവൾ. പിന്നെ അവളെ നോക്കിയൊരു കണ്ണിറുക്കി കാണിച്ചവൻ. അത് കണ്ടതും ചൂണ്ടുവിരൽ നെറ്റിയിൽ അമർത്തി. ശേഷം പേന വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് ആഞ്ഞു. എടോ പങ്കാളി തെണ്ടി, നിന്നോട് ഞാൻ പലവട്ടം മലയാള ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമില്ലെന്ന്. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലെങ്ങാനും വന്നാ നിന്നെ കഷ്ടം കഷ്ടാക്കി അച്ചാന്റെ കൂടെ ഞാനങ്ങ് പാക്ക് ചെയ്യും. അറിയില്ല നിനക്ക് ഈ ജുവലിനെ, ചോദിച്ചു നോക്ക്. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു. 1.5 വർഷമായി തന്റെ മനസ്സിൽ കടന്നുകൂടിയവരിൽ ഒരു പടക്കമാണെന്നറിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് തീ കൊളുത്താൻ അവളിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണാം. പണ്ടെങ്ങോ ഒരു ചക്ക വീണ് മുയൽ ചത്തുന്ന് കരുതി എപ്പോഴും ചാകോ മേരി ജാൻ. ചുണ്ടുകൂട്ടി അവനത് പറഞ്ഞു. ദേഷ്യത്തോടെ അവനെ നോക്കിയവൾ. എനിക്കിവിടെ ജോലിയുണ്ട്, നീ പോകാൻ നോക്കാമൻ, അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും നിന്റെ കാര്യം. അത്രയും കേട്ടിട്ടും ഒരു കോസിലുള്ള പിന്നെയും തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നിരുന്നു. വാക്കിംഗ് ടേബിളിന്റെ ഒരു വശത്ത് ചാരി വെച്ചിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് കയ്യേന്തി എടുത്തുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും വീഴാനായി തുടങ്ങിയത് കണ്ടതും പിടിക്കാനായി തുടങ്ങിയതും അവന് നേരെ ചീറിയവൾ. എന്റെ ദേഹത്തെങ്ങാനും തൊട്ട നിന്റെ കൈ ഞാൻ വിട്ടു പറഞ്ഞുകൊണ്ട് അവനെ രൂക്ഷമായി നോക്കി പാക്കിംഗ് സെക്ഷനിലേക്ക് നടന്നവൾ. പിന്നീട്ട മുടി അവിടെ നടത്തത്തിനൊപ്പം താളമിടുന്ന് നോക്കി. ശേഷം ഒരു ചിരിയോടെ തിരിഞ്ഞതും നെഞ്ചിൽ കൈകെട്ടി നിൽക്കുന്നു അനു എന്ന അനഘകൃഷ്ണ. ഇപ്പോൾ പോയവിടെ വലം കൈ. ഇന്നത്തേക്കുള്ള കിട്ടിയോ? മതിയായല്ലോ അല്ലേ? അല്ല ഞാനും ചോദിച്ചോട്ടെ, നിനക്ക് നാണോ മാനൊന്നുമില്ലേ? എന്നാലും അങ്ങോട്ട് ചെല്ല്, ലോഡ് വിടാൻ സമയമായി. എല്ലാം നോക്കി ക്ലിയർ ആക്ക്, അല്ലെങ്കിൽ സാറ് വന്നാൽ കിട്ടും. ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടി. അനു അത് പറഞ്ഞു ഒന്ന് വൃത്തിയായി ഇളിച്ചു കാണിച്ചു അമ്മ. അല്ല മോനെ, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക, നീ വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ? ദിവസം അവിടെ വായിന്ന് കേട്ടോളാന്ന്. നിന്നെ മറ്റുള്ള കാമികമാർ പോലെയല്ല, പൊള്ളു മോനെ, അറിയാലോ കഥകള്. ആണോ? എന്നാ എനിക്ക് അതാ ഇഷ്ടം. ആണോ? എന്നാ എനിക്ക് അതാണ് ഇഷ്ടം പെണ്ണേ. ചീറ്റുന്ന പടക്കത്തേക്കാൾ ഇഷ്ടം അമലിന് പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളോടാ. ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയണം. ഞാനൊന്ന് പൊട്ടിച്ച 2 എനിക്കിട്ട് പൊട്ടിക്കണം. ആലോചിച്ച് നോക്ക്, എന്തൊരു രസമായിരിക്കും ദീപാവലിക്ക് പടക്കം പൊട്ടു പോലെ. അല്ല നിനക്ക് വട്ടുണ്ടോടാ? എനിക്ക് ചെറിയ സംശയമുണ്ടേ. അവനത് പറഞ്ഞപ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളിലായിരുന്നു. ജുവൽ മരിയയിൽ. ക്യാൻറ്റീനിൽ നിന്ന് 2 പേർക്കുള്ള ചോറും കറിയും മീൻ വറുത്തും വാങ്ങി ജുവലിന്റെ അടുത്ത് വന്നിരുന്നു അവന്. ജുവൽ, നീ ഇന്നും കൊടുത്തല്ലേ അവനിട്ട്? എത്രയെന്ന് വെച്ചാൽ പറയാ, പിന്നെ വരും ഒരു നാണമില്ലാതെ. എടി, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷമായിട്ട് അന്ന് മുതൽ അറിയാൻ കമലിനെ. അവനെയും നോക്കാത്ത ഒന്ന് പ്രേമിക്കാത്ത ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അവനാണെങ്കിലോ നിന്നെക്കാൾ സൗന്ദര്യമുള്ള എത്രയോ പെൺപിള്ളേർ അവന്റെ പുറകെ നടന്നിട്ടും അവന് നീ മതി. അല്ല ഞാനും കുറെ നോക്കിയതാ. ഇഷ്ടമാണെന്ന് പറഞ്ഞ പിറ്റേ ആഴ്ച നീ വന്നു. അതിന്റെ അടുത്ത ദിവസം തന്നെ അവൻ എന്നെ തേച്ചു. തെണ്ടി ചെറ്റ.
പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയതും കണ്ടു. കാറ്റിൽ പറക്കുന്ന മുടികളെ കൈകൊണ്ട് മാടി ഒതുക്കി തങ്ങളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു വരുന്നവനെ. അവന് താടിക്ക് കൈ കൊടുത്ത് അവൻ വരുന്നത് നോക്കിയിരുന്നു. വരുന്നുണ്ട് ദിൽദീവാന. അതും പറഞ്ഞപ്പോൾ തലയിരിച്ച് നോക്കി ജുവൽ. കണ്ടു അടുത്തേക്ക് വരുന്നവനെ. ശേഷം വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവളെ കണ്ടതും അവന് ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ? കഴിച്ചിട്ട് പോ. ആ കുറുക്കം പോയിട്ട് ഞാൻ വരാം. അവൾ അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ രണ്ടു തോളിലും ബലമായി പിടിച്ചുകൊണ്ട് അവൾ അവിടെ ഇരുത്തിയാൽ മതി. ഏയ് മേരി ജാൻ, പോവാണോ? നമുക്ക് ഒരുമിച്ച് കഴിയാം. എന്ത് ചോദിക്കുന്നതിനോടൊപ്പം അവിടെ എതിരായുള്ള കസേര അവിടേക്ക് വലിച്ചിട്ടുണ്ട് അവളുടെ അടുത്തായിരുന്നവൻ. പിന്നെ അവളുടെ പ്ലേറ്റിൽ നിന്ന് കണ്ണിമങ്ങാച്ചാറിൽ നിന്നൊരു കഷ്ണം എടുത്ത് വായിലേക്ക് ഇട്ട് ചവച്ചതും അതിന്റെ പുളികാരനെ ഒരു കണ്ണിറിക്കാവൻ. ദേഷ്യത്തോടെ സ്റ്റിക്കിലെ പിഴുത്ത മുറുക്കി മുഖം വലിഞ്ഞു മുറുക്കി കവിൾ ചുവന്നു കൊടുക്കുന്ന ഒരു ചിരിയോടെ നോക്കി കണ്ടു അവൾ. ഓ ഭഗവാൻ, ഈ മുഖക്കുരു പോലും നിന്റെ സൗന്ദര്യത്തിന് എന്തഴകാടോ ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തിയതും ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു അവൾ. ജുവൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, മരിക്കോളി നെഞ്ചിലാ ഒരാളെ ഉണ്ടാവും. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ? അവളുടെ ശബ്ദം ആ ക്യാൻറ്റീൻ മുഴുവൻ മുഴങ്ങി. അവളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നവളുടെ ശ്രദ്ധ അവളിൽ തറഞ്ഞു. അത് ശ്രദ്ധയിൽപ്പെട്ടത് അനു. ജുവൽ മതി, നിർത്ത്, ആളുകൾ ശ്രദ്ധിക്കുന്നു. അത് കേട്ട് അവൾ പതിയെ ചുറ്റും നോക്കി. ശേഷം അവിടുന്ന് പാത്രമായി മുന്നോട്ടേക്ക് നടന്നു. എന്തോ ആലോചിച്ച പോലെ അവൾ അവിടുന്ന് തിരിഞ്ഞു വീണ്ടും അമലിന്റെ അടുത്തായി വന്നു. ശേഷം, ഇനി എന്റെ പുറകെ വന്നാ ഈ ജോലി വേണ്ടാന്ന് നോക്കി ഞാൻ. ഓർത്തോ, ഞാൻ നിന്റെ കാല് പിടിക്കാം അമൽ, നിർത്തിയേക്ക്. അവൾ വിഷമിപ്പിക്കലേ നീ. എനിക്കറിയാം അവളുടെ മനസ്സ്. മരണത്തിൽ നിന്ന് 107 വ്യത്യാസത്തിൽ തിരിച്ചു വന്നവളാ. നീയേ തോൽക്കുകയുള്ളൂ. അറിയാലോ, MD അറിഞ്ഞ അവളിയുടെ വെറും ഒരു ജോലിക്കാരിയല്ല അവർക്ക്. അറിയാലോ, ഒരിക്കലും ഒന്നാവില്ലാത്ത പ്രണയം, അവളെ ഒരിക്കൽ പോലും തേടി വരാത്ത പ്രണയം. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു പോയ ഡയലോഗ് അതൊരു 500 പ്രാവശ്യങ്ങൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അമലിനെ അപേക്ഷിച്ച ഒരു സമസ്യയല്ല ബഹൻ. പറഞ്ഞുകൊണ്ട് മൂക്കിൻ തുമ്പിലൊന്ന് തട്ടിക്കൊണ്ട് ജുവൽ പോയ വഴി നടന്നു അവനും. ആ മനസ്സിൽ വേറെ ആൾക്കും സ്ഥാനം ഉണ്ടാവില്ല അമൽ. ഈ 2 വർഷം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഞാൻ അവളെ. അത് മനസ്സിലോർത്ത് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അനു. നിതമ്പത്തിൽ തട്ടിക്കളിക്കുന്ന അവളുടെ പിന്നീട്ട മുടിയിൽ ഒരു കൗതുകത്തിന് പിടിച്ചു വലിച്ചതും പുറകോട്ടാഞ്ഞതും വീഴാതെ പിടിച്ചിരുന്നു അമൽ. തന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്ന അവൾ നോക്കിയത് അവൻ കണ്ടു. നിറഞ്ഞു നിൽക്കുന്ന ആ 2 ഉണ്ട കണ്ണുകൾ. അവന്റെ കൈ കുതിരിച്ച് സ്റ്റിക്കിൽ കൈ മുറുക്കിക്കൊണ്ട് നേരെ നിന്നു. ശേഷം ഷോളുകൊണ്ട് മുഖം അമർത്തി തുടച്ച് തിരിഞ്ഞു നിന്നു. ജാൻസി റാണി കരയാണോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അത് കേട്ടതും അവനെ രൂക്ഷമായി നോക്കി. ശേഷം അവനെയും കടന്ന് മുന്നോട്ട് നടന്നവൾ. അവളുടെ പുറകിലായി അവനും. അമൽ, എന്നോട് സംസാരിക്കുകയാണെങ്കിൽ അത് ശുദ്ധ മലയാളത്തിൽ മതി. പിന്നെ ഞാൻ കരയണോ അതോ ചിരിക്കണോ അത് എന്റെ ഇഷ്ടം. നീ നിന്റെ കാര്യം നോക്കിപ്പോ. പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. ഇപ്പോഴും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ജോൽ? ഇനി ഒരിക്കലും വരില്ലെന്ന് ഉറപ്പുള്ള ആൾക്ക് വേണ്ടി. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പുറകിൽ നിന്ന് അവന്റെ ആ ചോദ്യം കേട്ടതും തളർന്നു വീണ് പോവാതിരിക്കാൻ വാക്കിംഗ് സ്റ്റിക്കിൽ കൈയമർത്തി. ശേഷം തിരിഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ആരെങ്കിലും കാത്തിരിക്കുകയാണ് നിന്നോട് ആരാ പറഞ്ഞു? അവളുടെ ചോദ്യം കേട്ടതും അവന്റെ മുഖം വിളറിയിരുന്നു. അവൾ തുടർന്നു. ജുവലിനെ കാത്തിരിക്കാൻ ആരുമില്ല. ആരും. പിന്നെ പ്രണയം, അതെന്റെ സ്വകാര്യതയാ. അതിലാരും കടന്നു വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരും. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ രക്തവർണ്ണമായി. ശേഷം ചൂണ്ടുവിരൽ ഉയർത്തി ഒരു താക്കീത് പോലെ പറഞ്ഞ് തിരിഞ്ഞടന്നു. തന്നെയും കടന്നു പോകുന്നവൾ ഒരു ചിരിയോടെ നോക്കിന്നവൻ. നീ എനിക്കുള്ളതാ ജുവൽ. നിന്റെ പ്രണയം അത് പവിത്രമായതാ, കളങ്കമില്ലാത്തത്. അതിനൊരു അവകാശം മാത്രം മതി, ഞാൻ മാത്രം. ഒരു പള്ളിയിലച്ഛനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല മോളെ. കാരണം എനിക്കറിയാം നിന്റെ പ്രണയം അത് നിനക്ക് ഒരിക്കലും തിരിച്ചിട്ടില്ല ജുവൽ. പിന്നെ എന്തിനാ പെണ്ണേ മൗനമായ ഈ കാത്തിരിപ്പ്? വേണ്ട ജുവൽ. തന്റെ ക്യാബിനിലേക്ക് കയറി കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചതും ഓർമ്മകളിൽ 2 വർഷം പുറകോട്ട് ഊളിയിട്ടു. 2 വർഷങ്ങൾക്ക് മുമ്പ് ആ കോടതി വളപ്പിൽ ജോണിന്റെ കുത്തിയേറ്റ് പിടഞ്ഞ് വീഴുമ്പോൾ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആ മിഴികൾ, അവയിലൂടെ മിന്നിമറയുന്ന ഭാവങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പ്രണയമല്ല, അതും അറിയാമായിരുന്നു. അവസാനമായി ആ മുഖം കാണുമ്പോൾ ഇനി ഒരിക്കലും കാണരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിരുന്നു. അതെന്റെ മരണം കൊണ്ടാണെങ്കിൽ പോലും. പിന്നെ കണ്ണുറക്കുന്നത് 1 മാസത്തെ അബോധാവസ്ഥയ്ക്ക് ശേഷം. കണ്ണു തുറക്കുന്ന സമയം ആദ്യം കണ്ടത് വല്യപ്പച്ചനെയായിരുന്നു. പിന്നെ അലക്സി ഒരു സഹോദരനെ പോലെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു എന്ന് ജോയിസായും പറഞ്ഞു. ഞാൻ കാരണം അവരുടെ യാത്ര മുടങ്ങി. എല്ലാവരും വരുമായിരുന്നു എന്നെ കാണാൻ. ഷെറിന് ഇടയ്ക്ക് വരും, എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും. എന്നാൽ ഒരാൾ മാത്രം ഒരിക്കലും വന്നില്ല. വരില്ലെന്നറിഞ്ഞിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വെറുതെ. ഇനി പോവാനൊരിടമില്ലാത്ത എന്നെ വല്യപ്പച്ചൻ സ്വന്തം കൊച്ചുമകളായി ഏറ്റെടുത്തു. അന്ന് അയാളുടെ കുത്തുകൊണ്ട് തളർന്നു വീണപ്പോൾ കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ടായി. ഇപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ജോയി ചായനും ആനിച്ചേച്ചി ഉണ്ടായിരുന്നു. അതിപ്പോഴും കൂടെ തന്നെയുണ്ട്. ഒരു മകളെ പോലെ, അനിയത്തെ പോലെ എന്നെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. ഒരു ജോലി, അത് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ദൂരം എല്ലാവരിൽ നിന്നകന്ന് ഈ കമ്പനിയിൽ ജോലി കയറുമ്പോഴും ഒന്ന് മാത്രമേ അന്നും ഇന്നും ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആൽബർട്ട് ഒരിക്കലും എന്നെ തേടി ഇവിടേക്ക് വരില്ലെന്ന് ഉറപ്പിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ. ഇപ്പോൾ എവിടെയാണെന്നോ എന്തെടുക്കുകയാണെന്നോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ധൈര്യമില്ല.
ഇപ്പോഴും ജുവൽ പ്രണയിക്കുന്നു, ഒരിക്കലും വിധിക്കപ്പെടാത്ത പ്രണയത്തെ. അത്രമേൽ മരിക്കുവോളം അതേ കാണും ഈ ഹൃദയത്തിൽ. അവിടെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല, ഉണ്ടാവുകയുമില്ല. അങ്ങനെ ഓരോന്നോർത്തുകൊണ്ട് കണ്ണുനീർ ചാലിട്ടതും 2 കൈ കൊണ്ട് അമർത്തി തുടച്ചു. ജുവൽ, നീ സ്വപ്നം കാണുവാണോ? ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവളൊന്ന് നോക്കി. ജോയിച്ചായനാണ്. ഏയ്, ഞാൻ വെറുതെ. ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. മിസ്റ്റർ വർഗീസ് മാപ്പിൾ എന്ന് പറയുന്നു, കണ്ടിട്ട് കുറയായല്ലോ. കുസൃതി ചിരിയോടെ വാതിൽക്കിലേക്ക് നോക്കി ചോദിച്ചു അവൾ. വല്യപ്പച്ചനൊന്ന് വീണു വച്ചേ, ഹോസ്പിറ്റലിൽ ആനയെ നിർത്തിയിട്ടാണ് ഞാനിങ്ങ് വന്ന്. കർത്താവേ, എന്നിട്ട് എന്നെ എന്തോന്നും അറിയിക്കായിരുന്നു അച്ചായ? ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു. വല്യപ്പച്ചൻ തന്നെയാ പറഞ്ഞ് നിന്നെ അറിയിക്കേണ്ടതെന്ന്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. കാലിന്റെ എല്ലിനും ചെറിയ പൊട്ടലുണ്ട്. പ്രായമായിട്ട് വരികയല്ലേ, പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഡിസ്ചാർജ് ആയ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാം, അതുപോലെ പറഞ്ഞുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. ഫയൽ നോക്കുന്നതിനിടയിൽ ജോയൽ അവളോട് ചോദിച്ചു, നിന്നെ അലക്സി വിളിക്കാറുണ്ടോ വച്ചേ? എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. അവർ അടുത്ത മാസം നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. എന്നെ വിളിച്ചിരുന്നു. ഷെറിൻ പ്രസവത്തിനായി വരുന്നുണ്ട്, അപ്പൊ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ഒന്ന് നിർത്തിയ ശേഷം, പക്ഷെ വേണ്ട, എനിക്ക് ആരെയും കാണേണ്ട ചോദിച്ചായ. എന്തോ മനസ്സിന് ചില നേരത്തെ പഴയ ധൈര്യം കിട്ടാത്ത പോലെ. ഏയ്, അവർ വന്നിട്ട് പോട്ടെ വെച്ച്. ജുവൽ, നിന്റെ മുന്നിൽ ഇനിയും പല മുഖങ്ങളും വരും. അത് വിചാരിച്ച് ഒളിച്ചോടാൻ പറ്റുമോ? അതല്ല, റീനാമക്കും പിന്നെ അയാൾക്കും അത് ഇഷ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ കാരണം ഇനി ആളുകൾ ബുദ്ധിമുട്ടുന്നത് കാണാൻ പറ്റില്ല. ഒരു സങ്കടത്തോടെ പറഞ്ഞവൾ. അതാണ്, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഷെറീനും അലക്സിയും 2 പേരും പാവങ്ങളാ. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരാ, അതുപോലെ നിങ്ങളും. പക്ഷെ ചിലപ്പോൾ ചില മുഖങ്ങൾ അഭിമുഖീകരിക്കാനാവുന്നില്ല എനിക്ക്. പറയുമ്പോൾ വിരുമ്പിപ്പോയിരുന്ന അവൾ അത് കേട്ടത് അവളുടെ ഇരുകയും പൊതിഞ്ഞ് ചേർത്ത് പിടിച്ച് ജോയൽ. കൊച്ചെ, ഞാൻ ഒറ്റ മകനാ, അപ്പനും അമ്മയ്ക്കും. നിന്നെ ഞാൻ എൻ്റെ കൂടപ്പുറപ്പായിട്ട് കണ്ടിട്ടുള്ളൂ. അവളുടെ മുന്നിൽ തലോടിക്കൊണ്ട് പതിയെ വിളിച്ചവൻ. കൊച്ചു, നിന്നെ ആദ്യമായിട്ട് കണ്ട എവിടെച്ചാണെന്ന് ഓർമ്മയുണ്ടോ? അവനെ കുത്തിക്കൊന്നിട്ട് ആ ചോരയോടെ ചുമരിലേക്ക് ചാരി മുട്ടുകാലിന്റെ ഇടയിലേക്ക് കാല് കൂഴ്ത്തിയിരുന്ന ഒരു ജുവൽമരി ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ കൊച്ചിന്? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിന്റെ മുഖത്ത് കുറ്റബോധം ഒട്ടുമില്ലായിരുന്നു. മറിച്ച് ഒരു നീതി നടപ്പിലാക്കിയ പോലെയുള്ള നിന്റെ ആ ഇരിപ്പ്. പിന്നെ അവന്റെ ശബ്ദമിടറി, കണ്ണുകൾ നിറഞ്ഞു. അയാളുടെ കത്തിക്കിരയായ കോടതി വളപ്പിൽ കിടന്ന് പിടയുമ്പോ നീ നിന്റെ ധൈര്യം വിട്ടടഞ്ഞില്ല. നല്ല ഊശിയിലുള്ള തൻ്റെടിയായ കരളുറപ്പുള്ള പെൺകുട്ടിയാ നീ, മനസ്സിന് കരുത്തുള്ളവൾ. അങ്ങനെയുള്ള നിന്റെ മുമ്പിൽ ആര് വന്നു നിന്നാലും, അതിപ്പോ ജോസഫ് ജോണോ അയാളുടെ ഭാര്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാക്ഷാൽ ഫാദർ ആൽബർട്ട് ഇമ്മാനുവൽ ആയിക്കോട്ടെ, എന്നാൽ എന്റെ കൊച്ചു പതറേണ്ട ആവശ്യമില്ല. നീ ഒരു തെറ്റുകാരിയാണെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല ജുവൽ. പിന്നെ ചിലരുടെ കാഴ്ചപ്പാടുകൾ, അതാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അവര് തന്നെ വിചാരിക്കാതെ. ജോയൽ പറഞ്ഞിരുന്നു ഒരു പകപ്പോടെ അവളവരെ നോക്കി. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിരുന്നു അവന്. അത് ആൽബി പറഞ്ഞിരുന്നതിന് മുമ്പ് ഫോൺ ബിൽ അടിച്ചു. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് പോയി. വേണ്ട, ആ മുഖം മാത്രം കാണാനുള്ള ധൈര്യം എനിക്കില്ല. തളർന്നു പോകും ഞാൻ ആ നോട്ടത്തിൽ. പ്രണയം അത് പിന്നെയും മറയില്ലാതെ ഒഴുകും. പ്രണയത്തോടെ അല്ലാതെ ജോലിനെ നോക്കാനാവില്ല. വേണ്ട, കാണേണ്ട എനിക്ക്. ഒഴുകി വന്ന കണ്ണുനീര് അമർത്തി തുടച്ച ശേഷം ചിരിയുടെ മൂടുപടം എടുത്ത് മുഖത്തണിഞ്ഞു. ആ ക്യാബിന് വിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആ കാലുകൾ തകരുന്ന പോലെ തോന്നി. വീഴാനായി പോയതും ആരുടെയോ കൈ താങ്ങി പിടിച്ചു. തന്റെ മുമ്പിൽ നിൽക്കുന്നവനെ കണ്ടതും കൈ തട്ടി മാറ്റി വാശിയോടെ നടന്നു, അടി പതറാതെ. നീ എന്റേതാണ് ജുവൽ. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ പ്രണയം അതിനി ഞാനാണ്, ഈ അമൽദേവ്. മനസ്സിലോർത്തുകൊണ്ട് അവന്റെ നെഞ്ചിൽ പതിയൊന്ന് തട്ടി. ഞാനും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാം. വല്യപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. നിന്നെ കാണുന്ന വാശി അത്രയേ ഉള്ളൂ. നീ ടെൻഷനാവാതെ. 2 വർഷമായില്ലേടാ, ഒന്ന് വാ, നിനക്കായിട്ടുള്ള കാത്തിരിപ്പിലെ ഞങ്ങള്. അതും പറഞ്ഞ് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ജോയൽ. ശേഷം ഹാൻഡ് റെയിലിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ അവന്റെ മുഖത്ത് സന്തോഷത്തിന്റെ നീർത്തിളക്കം ഉണ്ടായിരുന്നു. അനുവാണ് കാർ ഓടിച്ച് സീറ്റിലേക്ക് ചാരിയിരിക്കുമ്പോൾ കൺമുമ്പിൽ ഒരേ മുഖം. മഞ്ഞിൻ പുതപ്പ് കീറി തന്റെ അടുത്തേക്ക് വരും പോലെ. ഈ 2 വർഷം ഓർക്കാത്ത ഒരു ദിവസം പോലുമില്ല, ഒരു നിമിഷം പോലുമില്ല. ജുവൽ, ഇറങ്ങുന്നില്ലേ? വീടെത്തി. പോർച്ചിലേക്ക് ആറേറ്റിക്കൊണ്ട് ചോദിച്ചു. ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ശേഷം ചിരിച്ചുകൊണ്ട് ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. കമ്പനി വക കോട്ടേജിലാണ് താമസം. ജോയൽ, ആൻഡ്രിയും വല്യപ്പച്ചനും എല്ലാവരും ഒത്തിരി നിർബന്ധിച്ചാണ് അവരുടെ കൂടെ തന്നെ വീട്ടിൽ നിൽക്കാൻ. പക്ഷേ വേണ്ട എന്നുള്ളത് അവളുടെ തീരുമാനമാണ്. പിന്നെ നിർബന്ധം പറഞ്ഞുമില്ല. അതുകൊണ്ട് ഇപ്പോൾ താനും അനുവാണ് താമസിക്കുന്നത്. അനു, അവളാണ് ഇപ്പോൾ തനിക്കൊരു ആശ്വാസം, തന്റെ ഷെറിനെ പോലെ. ചിന്താമണി, ആലോചന കഴിഞ്ഞെങ്കിൽ കയറിയോ, വല്ലതും വെച്ചുണ്ടാക്കാം പറഞ്ഞുകൊണ്ട് തന്നെ തോളിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അനു. കറി ഉണ്ടാക്കാമോ ചക്കരെ? നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ നല്ല സ്വാദാ. കുളി കഴിഞ്ഞു വരുമ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിരുന്ന അനു. ഫോൺ അടിച്ചതും അമലിന്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞതും കട്ടാക്കി പിന്നെ അത് തന്നെ തുടർന്നും കത്തി മുറത്തിലേക്കിട്ട് ദേഷ്യത്തിൽ ഫോൺ എടുത്തു. എന്താണ് നിനക്ക് വേണ്ടത്? അത്രയ്ക്കും ദേഷ്യം വന്നിരുന്നവൾക്ക്. ഏയ് ജാനമൻ, ഇത്രയും ദേഷ്യോ? ഒന്ന് വാടോ ജനാലക്കില്. നിന്നെ കാണാതെ ഇന്നും പോവേണ്ടി വരുമോ? അമൽ പ്ലീസ്, ഇനി എന്നെ വിളിക്കരുത്, ഞാൻ ബ്ലോക്ക് ചെയ്യും. എനിക്ക് എത്ര പറഞ്ഞിട്ടെന്നാ
നിനക്ക് എത്ര പറഞ്ഞിട്ടെന്ന് അമൽ മനസ്സിലാവാത്ത അത് ചോദിക്കുമ്പോൾ ആൾക്ക് സങ്കടവും ദേഷ്യം ഒരുമിച്ച് വന്നിരുന്നു. ശേഷം ഫോൺ കട്ട് ചെയ്ത് ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴും പുറത്ത് അവരുടെ കോട്ടേജിന് മുന്നിൽ ബൈക്കിൽ ചാരി മുകളിലേക്ക് നോക്കി നിന്നു അവൻ പ്രണയത്തോടെ. അവളുടെ തുണികൾക്കിടയിൽ വെച്ചിരുന്ന സ്കാർഫ് എടുത്ത് മൂക്കിനോട് അടുപ്പിച്ചതും ഇപ്പോഴും ആ മണതിൽ നിറയുന്ന പോലെ. ശേഷം അത് നെഞ്ചോട് ചേർത്ത് ജനലിന്റെ അടുത്തായി നിന്നതും തുറന്നിട്ടിരിക്കുന്ന ജനൽ പാളിയിലൂടെ അകത്തേക്ക് കടക്കുന്ന ഇളങ്കാറ്റിൽ കുളിര് കോരിയതും സ്കാർഫ് കഴുത്തിലൂടെ ചുറ്റി പിന്നെയും മൂക്കിനോട് അടുപ്പിച്ചു. ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രക്കുഞ്ഞിനെ നോക്കി കണ്ണു ചിമ്മി ജുവൽ. അന്നമോ, എന്നെ എന്തിനാ ഒറ്റയ്ക്കിട്ട് അന്നമ്മ പോയത്? ജുവൽ ഒറ്റക്കായില്ലേ? എന്താണെന്നറിയില്ല, ഒരു പേടി പോലെ, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ പറഞ്ഞുകൊണ്ട് ജനലിനോട് ചേർന്ന് കിടക്കുന്ന ചാരുകസരയിലേക്ക് ചാരിക്കിടന്നു. അപ്പോൾ ആ സ്കാർഫ് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. വാർദ്ധക്യത്തിൽ ചുളുങ്ങിയ കൈകൾ അവൻ പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ചുണ്ടോട് അമർത്തി. വലിയപ്പച്ച, ഗുഹയിൽ എന്ന പോലെയുള്ള ആ വിളിയിൽ കണ്ണുകൾ പ്രയാസപ്പെട്ട് തുറന്നതും കണ്ടു വർഗീസ് മാപ്പിള. കൺമുമ്പിൽ നിൽക്കുന്നവനെ കണ്ടതും ആ വൃദ്ധന്റെ കണ്ണു തിളങ്ങി. വിറക്കുന്ന കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. ഇനി ഒരിക്കലും കൈവിട്ട് കളയില്ലെന്ന പോലെ. കുഞ്ഞാ, നീ ഇനി വല്യപ്പച്ചനെ വിട്ടു പോവാടാ. ആ വൃദ്ധന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ അവിടെ നിന്നു ആൽബർട്ട്. അപ്പോഴയാൾ കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു പ്രതീക്ഷയോടെ. അവൻ വല്ലാതെ മാറിയിരിക്കുന്നു. മീശ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലീൻ ഷേവ് ആണ്. മുടി വെട്ടിയൊതുക്കി ഭംഗിയായി പുറകോട്ട് ചീകി വെച്ചിട്ടുണ്ട്. മുഖത്തൊരു ഫ്രെയിംലെസ് കണ്ണടയും. അങ്ങനെ ആകമൊത്തം ഇപ്പോൾ കാണാൻ ആളൊരു ചുള്ളനാണ്. അനാർക്കലി സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ. അവന്റെ ആ പഴയ ചിരിയോടെയോ മാഞ്ഞു പോയിരിക്കുന്നു. എന്റെ വർഗീസ് മാപ്പിളെ, ആ വന്നാലേ ഉള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ, അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ ജോയൽ. ഇല്ല ജോയ് മോനെ, എനിക്കിനി ഒന്നിനും വയ്യ. നിന്നെ കൊണ്ട് എല്ലാ ബിസിനസ്സും ഒരുമിച്ച് നടത്തി കൊണ്ടുപോകാനും പറ്റത്തില്ല. കുഞ്ഞാ, നീ ഇവിടെ വേണം, ഇവരുടെ കൂടെ. അയാൾ വീണ്ടും ആൽബർട്ടിന്റെ കണ്ണുകളിലേക്ക് പ്രതീക്ഷയോടെ നോക്കി പറഞ്ഞു. കണ്ണട മുഖത്ത് നിന്ന് എടുത്തു, ഷർട്ടിന്റെ പോക്കറ്റിലിട്ടു. പിന്നെ കട്ടിലെ അയാളുടെ അടുത്തായിരുന്നു. അത് ഞാനിപ്പോ പോകുന്നില്ല, ഇനി വലിയപ്പച്ച എഴുന്നേറ്റ് നടന്നിട്ടേ ആൽബർട്ട് പോവും. അവന്റെ വാക്കുകളിൽ ആ വൃദ്ധന്റെ കണ്ണിൽ നിരാശ പടർന്നു. ഇനിയൊന്നും പറയണ്ടെന്ന് കണ്ണു ചിമ്മി കാണിച്ചു ആൻഡ്രിയ. ആ, നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും ആൽബി, യാത്ര കഴിഞ്ഞു വന്നല്ലേ, ക്ഷീണം കാണും. ആനി, നീ ചായ എടുക്ക്. ജോയൽ അത് പറയുന്ന കേട്ടതും പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ശേഷം വല്യപ്പച്ചന്റെ കവിളിൽ തലോടി തന്റെ റൂമിലേക്ക് നടന്നു. കുഞ്ഞു, ആൻഡ്രിയുടെ അവളിൽ അവൻ അവിടെ നിന്നു. ശേഷം തിരിഞ്ഞു നോക്കി. പിന്നെ ചെറിയ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു. നീ എന്നെ അതിനാണ് ചേച്ചി എന്നെ എപ്പോഴും കുഞ്ഞു എന്ന് വിളിക്കുന്നു? എന്നെ കണ്ടിട്ട് നിനക്ക് കുഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? അവളുടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവന് നെഞ്ചിലേക്ക് ഒരു പൊട്ടിക്കരച്ചിലോടെ വീണിരുന്ന ആൻഡ്രിയ. നീ എത്ര വലുതായാലും ചേച്ചിക്ക് നീ കുഞ്ഞാടാ. ഒരു വിതുമ്പലോടെ അത് പറഞ്ഞ് കണ്ണുകൾ അമർത്തി തുടച്ചു ആനി. ആ ബെസ്റ്റ്, കല്യാണം കഴിഞ്ഞാൽ പിറ്റേ വർഷം പപ്പാന്ന് വിളിക്കാൻ ആളാവും, അപ്പോഴാ അവളുടെ കുഞ്ഞൻ. ജോയൽ അതും പറഞ്ഞ് ചിരിച്ചു. ജോച്ചാ, എന്തൊരു തമാശയാ, കണ്ടവന്റെ മുഖം വാടി. അവൻ പറഞ്ഞുകൊണ്ട് ആനി ജോയലിന്റെ കൈ നുള്ളി. ആ, വിട്ട് വേദനിക്കുന്നു. അതിന് ഞാൻ എന്നതായിപ്പോ തമാശ പറഞ്ഞേ. 3 വർഷമായി ഇവൻ അച്ചമ്പണ്ടം വേണ്ടെന്ന് വെച്ചിട്ട്. ഇനി അത് കൊടുത്താലും അവന് വേണ്ടതാനും. എങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കാനാണ് അവന്റെ വിചാരം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു ജോച്ച, അവനിപ്പോ വന്ന് കയറിയിട്ടില്ലേ ഉള്ളൂ. അവൻ അടുത്ത ഫ്ലൈറ്റ് തന്നെ കയറ്റിയേക്കരുത് പ്ലീസ്. ഇത് ഇപ്പൊ തന്നെ വല്യപ്പച്ച വീണ കാരണം വന്നാ. എനിക്ക് എന്റെ അനിയനെ കുറച്ചു ദിവസം കൂടി ഒന്ന് കാണണം പറഞ്ഞുകൊണ്ട് ജോയലിന് നേരെ നോക്കി കൈകൾ കൂപ്പി. ആഹാ, ഇപ്പൊ വാദി പ്രതിയായ കൊള്ളാലോടി നീ. 2 വർഷം കഴിഞ്ഞു, മാസത്തിലൊരു വിളി, അറിയോ? ഇനി വയ്യ ജോസ, അവന് പിരിയാൻ. അതും പറഞ്ഞുകൊണ്ട് അവന് നെഞ്ചിലേക്ക് വീണു ആൻഡ്രിയ. എല്ലാം ശരിയാവും. അതും പറഞ്ഞ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി ജോയൽ. തന്റെ റൂമിന്റെ വാതിൽ അവന്റെ മുമ്പിൽ തുറന്നപ്പോൾ അകത്തേക്ക് കയറാതെ അവിടെ തന്നെ നിന്നു ആൽബി. ഓർമ്മകൾ കുറച്ച് പിന്നിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ചിന്ത വീണ്ടെടുത്തു. റൂമിലേക്ക് കയറി. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പെയിന്റിംഗ് മുതൽ കർട്ടൻ വരെ. മുഖത്തൊന്നും കണ്ണെഴുത്ത് ടേബിൾ വെച്ചു. പിന്നെ കട്ടിലേക്ക് മറന്നു കിടന്നു. നെറ്റിയിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു. അങ്ങനെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതിപ്പോയിരുന്നു. കൺമുമ്പിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ രൂപം. ആ രക്തത്തിൽ കുതിർന്ന കൈ തന്നെ നേർക്ക് നീളുന്നു. എന്നാലൊന്ന് തൊടാൻ പോലും ആവാതെ കൈ പിൻവലിക്കുമ്പോൾ ആ മിഴികൾ നിറയുന്നുണ്ട്. പക്ഷേ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ആ മിഴികളെ നേരിടാനാവാതെ തിരിഞ്ഞു നടന്നു. മാപ്പ്. അവസാനമായി കേട്ട വാക്കുകൾ ഈയം മുരിക്കി ഒഴിക്കുന്ന പോലെ തോന്നിയവന്. വിയർത്തി ചാടി എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ദാഹം തോന്നിയവന്. ജഗിൽ നിന്ന് വെള്ളമെടുത്ത് വായിലേക്ക് അമിഴ്ത്തുമ്പോൾ ദേഹമാകെ നനഞ്ഞു. ഇട്ടിരുന്ന വെള്ള ഷർട്ട് ഊരി ബാത്റൂമിലേക്ക് കയറി. ഷവറിനടിയിൽ നിൽക്കുമ്പോൾ തണുത്ത വെള്ളം ഒലിച്ചിറങ്ങുമ്പോഴും ഉള്ളു കത്തുന്നത് അറിഞ്ഞു അവൻ. അന്ന് ആ സംഭവത്തിന് ശേഷം ഒരു ഒളിച്ചോട്ടമായിരുന്നു. എല്ലാത്തിൽ നിന്നും, എല്ലാവരിൽ നിന്നും. പിന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. ജർമ്മനിയിലായിരുന്നു. ആരും തന്നെ കണ്ടുപിടിക്കരുതെന്ന് മാത്രമായിരുന്നു അന്ന് കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം പോയത്. ഇപ്പോഴും സ്വയം ചോദിക്കാറുണ്ട്, എന്തിനായിരുന്നു അങ്ങനെ ഒരു ഒളിച്ചോട്ടമെന്ന്. അറിയില്ല, അതിനൊരു ഉത്തരമില്ല അന്നും ഇന്നും. അയാളുടെ ചുളുങ്ങി തുടങ്ങിയ കൈകളിലൂടെ തലോടി അവൾ പിന്നെ ചുണ്ടോട് ചേർത്തു. വല്യപ്പച്ച,
ആളുടെ വിളിയിൽ കണ്ണു തുറന്നു അയാൾ. ആഹാ, വല്യപ്പച്ചന്റെ കുഞ്ഞ് വന്നോ? ഞാൻ ഇവനോട് പറഞ്ഞിരുന്നു ഓടി പിടിച്ച് എന്നെ വന്ന് കാണേണ്ട ആവശ്യമില്ലെന്ന്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ഒത്തിരി ഇഷ്ടം, സന്തോഷം, പിന്നെ പറഞ്ഞാൽ തീരാത്തത്രയും നന്ദി. പറയുമ്പോൾ അവിടെ കണ്ണു നിറഞ്ഞു വരുന്ന ആ വൃദ്ധൻ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും ആനി ഒരു ഗ്ലാസ് ജ്യൂസുമായി അവിടേക്ക് വന്നു. നീ പോരുന്നില്ലേ? ഞാൻ കമ്പനിയിലേക്കാ, നമുക്ക് ഒരുമിച്ച് പോവാം. മറുപടി പറയുമ്പോൾ അവളുടെ കണ്ണുകളിടക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. ആനിക്കത് മനസ്സിലായതും ജുവലിന്റെ അരിയിലേക്ക് നടന്നു അവൾ. അത് ശരിയാ, വന്നോട്ട് പോവുകയും ചെയ്തു. ഇനി അവധിയുള്ള ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വാ. വല്യപ്പച്ചനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എന്താണെന്നറിയില്ല, കയറിയപ്പോൾ തുടങ്ങിയ ഹൃദയമിടിപ്പ് കൂടുന്ന പോലെ, അത്രമേൽ പ്രിയപ്പെട്ട ആരുടെയോ സാമീപ്യം അറിയുന്ന പോലെ, തനിക്ക് പ്രിയപ്പെട്ട ആ മണം പൊതിയുന്ന പോലെ. കണ്ണുകൾ ആരെയോ എന്തിനെയോ തിരഞ്ഞ് അവിടെ നിന്നു. എന്താ ജുവൽ, എന്തുപറ്റി? ജോയലിന് അവിടെ ആ നിൽപ്പും ഭാവം കണ്ട് സംശയം തോന്നി. ഏയ് ഒന്നുമില്ല, പോവാം പറഞ്ഞുകൊണ്ട് വാക്കിംഗ് സ്റ്റിക്കിൽ കൈ മുറുകെ പിടിച്ച് ആ പടികൾ ഇറങ്ങുമ്പോൾ ഒരു പിൻവിളിക്കായി എന്തിനോ ഹൃദയം കൊതിക്കുന്ന പോലെ തിരിഞ്ഞു നോക്കാതെ ജോയിച്ചായനോടൊപ്പം കാൽ കയറി ആനി ചേച്ചിയുടെ യാത്ര പറഞ്ഞ് കയറ്റി കടന്നു പോകുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ ഹൃദയത്തിൽ കുടിയേറിയവൻ അത്രമേൽ അടുത്തുണ്ടെന്ന്. ഉറക്കം വിട്ടുണരുമ്പോഴാണ് കാതിൽ കേട്ടുമറന്ന സ്വരം തേടിയെത്തിയത്. ചാടി എഴുന്നേറ്റ് ജനലോരം ചെല്ലുമ്പോൾ കാണുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആരോ കാറിലേക്ക് എടുത്തു വെക്കുന്നതാണ്. പിന്നെ ഒരു പെൺകുട്ടിയുടെ കാലും. ആ കാറ് ഗേറ്റ് കടന്നു പോകുന്നവരെ നോക്കി നിന്നു ആൽബർട്ട്. ചായ ചുണ്ടോടി ചേർക്കുമ്പോൾ ആനിയോട് ചോദിച്ചു അവൻ. അതാരാ ചേച്ചി, രാവിലെ തന്നെ വന്ന്? അവന്റെ ആ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവിടെയുള്ള കസേരയിൽ നഖം ചുരുണ്ടി നിന്നു ആൻഡ്രിയ. ഏത്? ഓ അത്. അവളൊന്നും പരിങ്ങി. ശേഷം അത് നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാ, വലിയപ്പച്ചനെ കാണാൻ വന്നാ. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് നടന്നു. കയ്യിലിരുന്ന പത്രം നോക്കിക്കൊണ്ട് അവനും. പക്ഷേ ആ ഉത്തരത്തിൽ തന്റെ മനസ്സ് തൃപ്തനല്ലെന്ന് തോന്നി. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന പോലെ. അപ്പോഴും തന്നിൽ നിന്ന് അകന്നു പോകുന്ന കാഴ്ചകളിലേക്ക് കണ്ണുകൾ പാകി ഒരു കൈയിട നെഞ്ചിൽ വെച്ച് താളം തെറ്റിമിടിക്കുന്ന തന്റെ ഹൃദയമിടിപ്പിനെ നിയന്ത്രിക്കാനാവാതെ സീറ്റിലേക്ക് ചാരിയിരുന്ന ജുവൽ മരിയ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.